ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷ കൂട്ടാൻ പോലീസ് തീരുമാനം. ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിയുടെ നിർദ്ദേശപ്രകാരമാണ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നത്. ഇതു സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിമാർക്ക് എഡിജിപി നിർദ്ദേശം നൽകി. എസ്എഫ്ഐ പ്രതിഷേധം കണക്കിലെടുത്താണ് തീരുമാനം. ഹരിമോഹനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഹരി, കഴിഞ്ഞ ദിവസം ഗവർണർ തന്നെ ഡിജിപിക്ക് ഇത്തരത്തിലൊരു കത്ത് നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് തന്നെ കരുതിക്കൂട്ടി ആക്രമിക്കാൻ ശ്രമിക്കുന്നു, എസ്എഫ്ഐയുടെ ഭാഗത്ത് നിന്ന് അത്തരം ആക്രമണം ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള സൂചനകൾ നൽകിയായിരുന്നു കത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ സുരക്ഷ കൂട്ടാനുള്ള ഒരു തീരുമാനമായത്? സ്നേഹ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സംസ്ഥാന പോലീസ് മേധാവിക്കും ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി MR അജിത് കുമാറിനും ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഒരു ആക്രമണ സ്വഭാവമുള്ളതായിരുന്നു. പോലീസ് ആവശ്യത്തിന് സുരക്ഷ വിന്യസിച്ചെങ്കിലും അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചെങ്കിൽ പോലും ആ പ്രതിഷേധക്കാർ ഒളിച്ചിരുന്ന ഗവർണറുടെ വാഹനം വന്ന സമയത്ത് ഗവർണർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ അടിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി സുരക്ഷ വർദ്ധിപ്പിക്കുന്ന തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം കമ്മീഷണർ പറഞ്ഞിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം എഡിജിപി ആണ് ഇത്തരത്തിൽ ഗവർണർക്ക് സുരക്ഷ വർദ്ധിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പ്രത്യേകിച്ച് SFI വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. അതായത് കേരളത്തിൽ തിരിച്ചെത്തുന്ന ഗവർണർക്ക് നേരെ ഇനിയും തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം SFI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള PM ആർഷോ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ കേരളത്തിൽ 16-ാം തീയതി തിരിച്ചെത്തുന്ന ഗവർണർ ആദ്യം താമസിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൌസിലാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ക്യാമ്പസിനകത്ത് ഗവർണറെ കാലുകുത്തിക്കില്ല എന്ന് SFI പറയുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും ഗവർണർക്ക് സുരക്ഷ വർദ്ധിപ്പിക്കാതിരിക്കാൻ ഒരു തരവുമില്ല. കാരണം ഇനിയും ഒരിക്കൽ കൂടി ഗവർണറുടെ വാഹനത്തിൽ സ്പർശിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഗവർണർക്കെതിരെ ആക്രമിക്കുന്ന തരത്തിലോ എന്തെങ്കിലും ഉള്ള പ്രതിഷേധം വന്നു കഴിഞ്ഞാൽ അത് കാര്യങ്ങൾ ഇവിടങ്ങോട്ടും നിൽക്കില്ല എന്നുള്ള കാര്യം പോലീസിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. 18-ാം തീയതി തിരുവനന്തപുരത്തും ഗവർണർ എത്തും. 16-ാം തീയതി കോഴിക്കോട് കഴിഞ്ഞ ശേഷം 18-ാം തീയതി തിരുവനന്തപുരത്ത് എത്തുകയാണ്. അപ്പോഴും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷ, അതായത് സമീപ പ്രദേശങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയും എയർ ക്യാമ്പിലെ ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ നടപടികളായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക. ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഒരു തരത്തിലും അതിൽ പ്രതിഷേധത്തോട് വിട്ടുവീഴ്ച ചെയ്യരുത് എന്നുള്ള ഒരു നിലപാടിലാണ് പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് ആദ്യമായി IPC 124-ാം വകുപ്പ് ചുമത്തേണ്ടുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ പോയി. അതായത് രാഷ്ട്രപതി, ഗവർണർ എന്നിവർക്കെതിരെ നടക്കുന്ന ആക്രമണമോ അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തലോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാലാണ് ഈ വകുപ്പ് ചുമത്തുക. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു വകുപ്പ് ചുമത്തുന്നതിലേക്ക് എത്തിയത്. അപ്പോൾ ഇനിയും ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായി വിലയിരുത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ADGPയുടെ ഒരു നിർദ്ദേശമായി എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും ഇത്തരത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം. അതായത് ഗവർണർ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ഇത്തരത്തിലുള്ള സുരക്ഷ ഉണ്ടാകണം അല്ലെങ്കിൽ സുരക്ഷ വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിന്റെ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്താണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം പോലീസിന്റെ കൺമുന്നിൽ നിന്നായിരുന്നു പ്രതിഷേധക്കാർ ഗവർണറുടെ വാഹനം വന്നപ്പോൾ അങ്ങോട്ട് എടുത്തു ചാടിയത്. ഇതിനുശേഷമാണ് ഗവർണറുടെ വാഹനത്തിൽ അടിക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത്. ഗവർണറുടെ വാഹനത്തിന് നാശനഷ്ടം സംഭവിച്ചു എന്ന് പറയുന്നത് വരെ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയുടെ പരിധിയിൽ പെടുന്ന കാര്യങ്ങളാണ്. അത് പോലീസിനെ സംബന്ധിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സുരക്ഷാ വീഴ്ച എന്ന നിലയിലേക്ക് തന്നെ പരിഗണിക്കപ്പെടും. അതാണ് കഴിഞ്ഞ ദിവസം കോടതിയിലും ഈ കേസ് വന്നപ്പോൾ സമാനമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത്. എന്തായാലും സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ADGPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷ കൂട്ടാൻ പോലീസ് തീരുമാനമായിരിക്കുകയാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കും. SFIയുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് സുരക്ഷ കൂട്ടാൻ തീരുമാനമായിരിക്കുന്നത്. ഹരിമോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.